കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ താലിബാൻ വമ്പൻ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിനെ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എയർഫോഴ്സിനെ വിളിച്ചിട്ട് പാകിസ്ഥാൻ ആർമി പറഞ്ഞത് നിങ്ങൾ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സ് പറഞ്ഞത് എവിടെയാണ് ഞങ്ങൾ എത്തേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കുചേരേണ്ടത്, കാരണം താലിബാൻ നുഴഞ്ഞുകയറ്റ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും ജനവാസ മേഖലയിലേക്ക് അവർ കടന്നു കയറിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ വന്ന് അവരുടെ തലയ്ക്ക് മുകളിൽ ബോംബിടുക എന്നുള്ളത് അസാധ്യമാണ്, അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം ജനവാസ മേഖലകളിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളത് സംഭവ്യമല്ല. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തേണ്ടിയിരുന്നതെങ്കിൽ ഞങ്ങളത് നടത്തിയേനെ, കാരണം അതിൽ ഞങ്ങൾക്ക് മടിയില്ല എന്നാണ് യഥാർത്ഥത്തിൽ പാക് വ്യോമസേന അറിയിച്ചിരുന്നത്. എന്തായാലും എന്തിനായിരിക്കും പാക് വ്യോമസേനയെ ഇങ്ങനെ പാകിസ്ഥാൻ ആർമി വിളിച്ചത്? കാരണം പാകിസ്ഥാൻ ആർമിയിലെ പട്ടാളക്കാർ നിരന്തരം മരിച്ചു വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വന്ന താലിബാൻ ദുരന്ത ലൈൻ കഴിഞ്ഞ് വന്ന് 27 ചെക്ക് പോസ്റ്റുകൾ പിടിച്ചെടുത്തു, 27 സൈനിക ക്യാമ്പുകൾ തകർത്തു, പോരാത്തതിന് 7 പ്രവിശ്യകൾ അവർ കൈയടക്കി. അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം അവിടെ നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഉപയോഗിച്ച ഡ്രോണുകൾ ഏതാണ്? അവിടെ ഒരു ഡ്രോൺ ആക്രമണം നടന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് ചൈനയുടെ FPV ഡ്രോണുകളാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഉപയോഗിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ FPV ഡ്രോണുകൾ ചൈന പാകിസ്ഥാന് കൊടുത്തിരിക്കുകയാണ് താലിബാനെ ആക്രമിക്കാൻ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. ചൈനയും കൂടെ ചേർന്നുകൊണ്ടാണ് താലിബാൻ്റെ ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഒരു ഇടം കൊടുത്തതാണ്. ബലൂചിസ്ഥാനിലെ റെയർ എർത്ത് മെറ്റൽസ് അഥവാ അപൂർവ ധാതു ഖനനത്തിനായി അമേരിക്കയ്ക്ക് വലിയൊരു നീക്കം നടത്താനായി പാകിസ്ഥാൻ പരവതാനി വിധിച്ചു കൊടുത്തു. ഇത് ചൈനയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഏതു വിധേനയും തകർക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും ചൈനയ്ക്കുമുണ്ട്. കാരണം അമേരിക്ക പാകിസ്ഥാനിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. പോരാത്തതിന് ചൈനയ്ക്ക് അമേരിക്ക 100% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയെ എങ്ങനെയെങ്കിലും തറപറ്റിക്കുക എന്നുള്ളത് ചൈനയുടെ ആദ്യത്തെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.